വ്യക്തിപരമായിട്ടുള്ള വീഴ്ചയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളിപ്പം മുഖ്യമന്ത്രി ആയാലും അതുപോലെ പാർട്ടി സെക്രട്ടറി ആയാലും കൂട്ടായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിക്ക് പറ്റിയ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന നരേഷൻ തെറ്റായ സമീപനമാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, പാർട്ടി അംഗീകരിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഉയർത്തിക്കാണിച്ച ഘട്ടത്തിലെല്ലാം അതിനനുകൂലവും അതിന് എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിലെല്ലാം അതിനെതിരായും ആണ് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ വർഗീയതയോടുള്ള ഞങ്ങളുടെ നിലപാടെന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കിയാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ലീഗ് നേതൃത്വം നൽകി രൂപപ്പെടുത്തിയ മതാത്മകതയും അതിനെ തുടർന്നുള്ള വർഗീയതയും ശക്തിയായിട്ടുള്ള തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് ചേർന്ന സ്വത്വരാഷ്ട്രീയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് ഈ രണ്ട് വർഗീയ ശക്തികളെയും എതിർത്തുകൊണ്ടല്ലാതെ മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന കൃത്യമായ അനുഭവ പാഠമാണ് പാർട്ടിക്ക്. ഉറപ്പില്ല, അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുത്തണമെന്ന് പറഞ്ഞ് നമ്മളെ അഭ്യർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം അതാ ഞാൻ പറഞ്ഞത്, മലയാളമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധമായ വർഗീയമായ പരാമർശം കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളതിനെതിരാണ്. അല്ല, കാറിൽ കയറ്റി കൊണ്ടുപോയ വിമർശനമൊന്നും ശരിയായ വിമർശനമല്ല. കാരണം ഒരു മനുഷ്യൻ നടന്നു പോകുന്ന സന്ദർഭത്തിൽ, അതിപ്പോൾ രാഷ്ട്രീയ എതിരാളിയായാൽ പോലും കാറിൽ പോകുന്ന ഒരാൾ, ഞാൻ കാറിൽ പോകുന്നു, അപ്പോൾ ഒരാൾ നടന്ന് പോവാണ്, കേക്ക് അങ്ങനെ പോകുമ്പോൾ ഒരാളെ ഒരു സ്ഥലത്തേക്ക്, അത് അവിടുന്ന് ഒരു സ്ഥലത്ത് കാറിൽ നിർത്തിയിട്ട് വരുന്നതാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണല്ലോ മുമ്പോട്ടേക്ക് പോകാനുള്ള സൗകര്യം. അങ്ങനെ കാറ് കയറ്റി എന്നുള്ളത്, അത് വെച്ചിട്ട് വർഗീയതയ്ക്ക് അനുകൂലമായി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതൊന്നും ശരിയായ സമയം സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ സംസ്ഥാന കമ്മിറ്റി ആ വിമർശനം അംഗീകരിച്ചത്. ഞങ്ങൾ അംഗീകരിച്ചല്ലോ. ഞാനത് സ്വയം വിമർശനം നടത്താനാണ്. സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അവരാണല്ലോ, ജില്ലാ കമ്മിറ്റി. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയാണല്ലോ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. അവരാണ് അത് സംബന്ധിച്ച് സ്വയം വിമർശനം നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ജില്ലാ കമ്മിറ്റിയുടെ ആ നിഗമനത്തെ അംഗീകരിക്കുകയും ആ സ്വയം വിമർശനം നടത്തുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ വ്യക്തിപരമായിട്ട് എനിക്കോ മറ്റാർക്കെങ്കിലുമോ അല്ല, സംഘടനയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ആ സ്വയം വിമർശനം നടത്തുന്നത്. പയ്യന്നൂരിൻ്റെ കാര്യത്തിൽ കുറേയും കൂടി ആഴത്തിലുള്ള പരിശോധനയും ആവശ്യമായ വിഭാഗീയമായ പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നതാണ് ഒരു പരാജയത്തിൻ്റെ കാരണം. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മാത്രമല്ല, അത് വെച്ച് വളരെ ഗൗരവമുള്ള പരിശോധന വേറെ നടത്തേണ്ടിയുണ്ട് എന്നാണ് പാർട്ടി കാണുന്നത്. പക്ഷേ അതൊക്കെ അല്ല, അങ്ങനെയല്ല അതിൻ്റെ അവസ്ഥ. ഞങ്ങളിപ്പോഴും പാർട്ടി കേഡർമാരെയും സഖാക്കളെയും എല്ലാം പൂർണ്ണമായി പാർട്ടിയോടൊപ്പം നിർത്താനാണല്ലോ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉൾപ്പെടെ അവിടെ പങ്കെടുത്ത് കുഞ്ഞീഷ്ണനെയൊക്കെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിർത്താനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ കുഞ്ഞീഷ്ണൻ പിന്നീടും ആ നിലപാട് അംഗീകരിച്ച് പോവുകയല്ല ചെയ്തത്. പത്രമാധ്യമങ്ങൾക്കെല്ലാം കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക, അവരുമായിട്ട് ചർച്ച ചെയ്യുക, ഒരു ബദൽ സംവിധാനത്തിലേക്ക് പോകാനുള്ള അടിത്തറ ഒരുക്കുന്ന ജോലിയാണ് അദ്ദേഹം നിർവഹിച്ചത്. പാർലമെൻ്ററി വ്യാമോഹമാണ് യഥാർത്ഥത്തിൽ ടി.കെ. ഗോവിന്ദനെയും അതുപോലെ തന്നെ സുധാകരനെയും ഒക്കെ നയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഞങ്ങളിപ്പോഴത് വീണ്ടും ഇതിൻ്റെ ഭാഗമായിട്ട് പറയേണ്ട കാര്യമില്ല. അതൊക്കെ പാർട്ടിക്കകത്ത് തന്നെയുള്ള കൃത്യതയുള്ള ധാരണയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ച്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.